ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിന്റെ എപ്പിസോഡ് 9 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഹൈപ്പും ലൈക്കും ചെയ്ത് നമ്മുടെ വീഡിയോസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 9. ഹീറോ ലൂണയുമായുള്ള ബന്ധം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ലെക്സിയെ എനിക്ക് മനസ്സിലായി. എന്നാൽ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ടെലിപ്പോർട്ടേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹീറോയും അത് ഞാൻ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പാക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ടാവും. അതിന് ലെക്സിയാണെങ്കിൽ യൂയ, നിനക്കിതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഫാരി ടെയിൽ കഥകളിൽ മാത്രമാണ് ഈ മാജിക്കിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ നിന്റെ കയ്യിലെ ഈ എബിലിറ്റീനെ കുറിച്ച് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുദ്ധത്തിലേക്ക് നയിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ മാജിക് ഒരിക്കലും യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഹീറോയും ഞാൻ ചെയ്യൂല എന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ടാവും. ലെക്സിയാണെങ്കിൽ നീ എത്ര നേരം ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ലൂണയും എഴുന്നേറ്റിട്ട് നിങ്ങൾക്കിത് മുമ്പേ അറിയാമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എന്നെ കൊല്ലുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും ഞങ്ങൾക്ക് നിന്നെക്കുറിച്ചറിയാൻ ആഗ്രഹമുണ്ട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ ലൂണയും അവളുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ടാവും. ഞാനൊരു ഓർഫൺ ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഭക്ഷണത്തിനും മറ്റും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തി എന്നെ കൂട്ടിക്കൊണ്ടുപോയി എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. അദ്ദേഹം ഒരു പ്രൊഫഷണൽ കില്ലർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്ന മിക്ക ടെക്നിക്സും അസാസിനേഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ലെക്സിയെ നീ ഡാർക്ക് ഗിൽഡിൽ ഒരു മെമ്പറാണോ എന്ന് ആശ്ചര്യപ്പെടുമ്പോൾ ഹീറോയും അതെന്താ എന്ന് ചോദിക്കുന്നുണ്ടാവും. അതിന് ലെക്സിയാണെങ്കിൽ മോഷണം, കൊലപാതകം, മയക്കുമരുന്ന് തുടങ്ങിയ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണത് എന്ന് പറയുമ്പോൾ ലൂണയും അതെ, എൻ്റെ മാസ്റ്റർ ഡാർക്ക് ഗിൽഡിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്കും അതിൽ ചേരേണ്ടി വന്നു. അങ്ങനെ ആ ഓർഗനൈസേഷന് വേണ്ടി ഒരുപാട് മിഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഞാൻ ഹെഡ് ഹണ്ടർ എന്നറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ ലെക്സിയെ ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും നൈറ്റിൻ്റെ അടുത്ത് നിനക്ക് ലൂണനെ കുറിച്ച് മുമ്പേ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവനും അതെ എന്ന് പറയുന്നുണ്ടാവും. ലൂണയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ലെക്സിയനെ കൊല്ലാനുള്ള മിഷൻ ലഭിച്ചത്. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ പ്രിൻസസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ എൻ്റെ വധശിക്ഷ ഉറപ്പായിട്ടുണ്ട്. കൂടാതെ ഈ മിഷനിൽ പരാജയപ്പെട്ട കാര്യം ഡാർക്ക് ഗിൽഡിലെ മെമ്പേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലാൻ വേണ്ടി മറ്റു അസാസിൻസിനെയും അയക്കും എന്ന് പറയുമ്പോൾ ഹീറോയും സാഡാവുന്ന സമയത്ത് ലൂണയാണെങ്കിൽ യൂയ, നമ്മൾ തമ്മിൽ ആകെ കുറച്ച് ദിവസത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ എന്നെപ്പോലത്തെ ഒരാളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോയും നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് ലെക്സിയെ എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. ലൂണ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച കാര്യം നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് അവൾ എൻ്റെ പേഴ്സണൽ ഗാർഡായി കഴിഞ്ഞാൽ ഡാർക്ക് ഗിൽഡിലെ മെമ്പേഴ്സിന് പോലും അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ലൂണയാണെങ്കിൽ അതൊരിക്കലും സാധിക്കില്ല. ഞാൻ ഈ കൈകൾ കൊണ്ട് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അവരുടെ രക്തത്തിൻ്റെ കറ ഒരിക്കലും എനിക്ക് കഴുകിക്കളയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ലെക്സിയ അത് സീരിയസ് ആയിട്ട് എടുക്കാതെ നിന്റെ കൈ എന്താ ഇത്രയും സോഫ്റ്റ് ആയിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ലൂണയും നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു എന്ന് പറയുന്ന സമയത്ത് ലെക്സിയാണെങ്കിൽ നീ എന്നെ കൊല്ലാൻ വന്ന മിഷനിൽ പരാജയപ്പെട്ടു.
അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്തേ പറ്റൂ എന്ന് ആജ്ഞാപിക്കുന്ന സമയത്ത് ലൂണയും അതിന് സമ്മതിക്കുന്നുണ്ടാവും. ഡാർക്കസ്റ്റ് റീജിയൻ കാണിക്കുന്ന സമയത്ത് മോൺസ്റ്റേഴ്സ് സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ടാവും. ലെക്സിയെ ലൂണേൻ്റെ അടുത്ത് നീ എന്നെ പ്രിൻസസ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ യുഎനെ കുറിച്ച് എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ലൂണയും യുഎൻ്റെ അടുത്തൊരു ബാത്ത് ടപ്പ് ഉണ്ട്, അതിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാജിക്കൽ എനർജി റീസ്റ്റോർ ആവുന്നതോടൊപ്പം സൗന്ദര്യവും വർദ്ധിക്കും എന്ന് പറയുമ്പോൾ ലെക്സിയേം എക്സൈറ്റ് ആയിട്ട് എനിക്കും അത് യൂസ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഹീറോയും അതിന് സമ്മതിക്കുന്നുണ്ടാവും. അങ്ങനെ അവരതിൽ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ലെക്സിയെ ആണെങ്കിൽ നിനക്ക് യുഎനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ലൂണയും പെട്ടെന്ന് ഷോക്കായിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറയുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ ലെക്സിയേം അങ്ങനെയാണെങ്കിൽ ഞാൻ യുഎനെ കല്യാണം കഴിക്കുന്നതിൽ നിനക്ക് വിരോധമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലൂണയും അത് കേട്ടിട്ട് ഒരു ട്രെയിനിങ് പാർട്ട്ണർ എന്ന നിലയിൽ യുഎനെ എനിക്ക് വളരെ ഇഷ്ടമാണ്, എന്നാൽ അതിലുപരി അവനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടേ എന്നറിയില്ല എന്ന് പറയുമ്പോൾ ലെക്സിയക്കും ലൂണ യുഎനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടാവും. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നമ്മൾ യുഎക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും, ആരാണോ അവനെ കല്യാണം കഴിക്കുന്നത് അവർ വിജയിക്കും എന്ന് പറയുമ്പോൾ ലൂണയും ഞാൻ നിനക്ക് യുഎനെ വിട്ടു തരൂല എന്ന് പറയുന്ന സമയത്ത് ലെക്സിയേം ഇനി മുതൽ നീ എൻ്റെ പേഴ്സണൽ ഗാർഡും റൈവലും കൂടിയാണ് എന്ന് പറയുന്നുണ്ടാവും. ഹീറോനെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടി ലെക്സിയെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് അവിടെയുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവക്ക് അതുപോലും ചെയ്യാൻ കഴിയാത്തത് കണ്ടിട്ട് നമ്മുടെ ഹീറോ തന്നെ കുക്ക് ചെയ്യുന്നുണ്ടാവും. ലെക്സിയ ഇത് വളരെ ഡിലീഷ്യസ് ആണ് എന്ന് പറഞ്ഞ് ഹീറോനെ ഹഗ് ചെയ്യുമ്പോൾ ലൂണയും പൊസസീവായിട്ട് എൻ്റെ കൈയിൻ്റെ ഇഞ്ചുറി പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, അതുകൊണ്ട് യൂയ നീ എനിക്ക് വാരി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും വാരി കൊടുക്കുന്ന സമയത്ത് ലെക്സിയാണെങ്കിൽ എനിക്കും വേണം, ഇത് ഒരു പ്രിൻസസിൻ്റെ കമാൻഡാണ് എന്ന് പറയുമ്പോൾ ഹീറോ അവക്കും കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ രണ്ടുപേരും ചേർന്ന് ഇനി നീ കഴിക്ക് എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കൊടുക്കുമ്പോൾ അവനും അത് കഴിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം അവർ സോൾജേഴ്സിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓവനും ലെക്സിയനെ കണ്ട് റിലാക്സ് ആവുന്നുണ്ടാവും. ഹീറോ ഇന്നലെ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ലെക്സിയനെ വീട്ടിലേക്ക് കൊണ്ടുപോയതിൽ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഓവൻ നൈറ്റിനെ കണ്ടിട്ട് ഇന്നലെ ലെക്സിയനെ രക്ഷിച്ചതിന് താങ്ക്സ് പറഞ്ഞ ശേഷം ഇവൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഇതാണ് നൈറ്റ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓവൻ ലൂണേനെ കുറിച്ചും ചോദിക്കുന്നുണ്ടാവും. അതിന് ലെക്സിയാണെങ്കിൽ ഇവളാണ് എന്നെ കൊല്ലാൻ വന്ന അസാസിൻ, എന്നാ ഇപ്പം എൻ്റെ ബോഡി ഗാർഡായിട്ട് മാറി എന്ന് പറയുമ്പോൾ സോൾജേഴ്സും ടെൻഷനായിട്ട് ലൂണേനോട് സറണ്ടർ ആവാൻ പറയുന്ന സമയത്ത് ലെക്സിയേം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഓവൻ അത് കേൾക്കുന്നുണ്ടാവില്ല. ഹീറോയും ലെക്സിയെ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം ഇപ്പം ലൂണ ലെക്സിയേൻ്റെ ബോഡി ഗാർഡാണ് എന്ന് പറയുമ്പോൾ ഓവനാണെങ്കിൽ അത് ചിലപ്പോൾ ലെക്സിയനെ കൊല്ലാനുള്ള ഇവളുടെ പ്ലാൻ ആണെങ്കിലോ എന്ന് സംശയിക്കുന്ന സമയത്ത് ലെക്സിയേം അത് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ അവക്ക് ഇന്നലെ തന്നെ എന്നെ കൊല്ലാമായിരുന്നു, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഉറങ്ങിയത് എന്ന് പറയുമ്പോൾ ഓവനും അവളെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ സോറി, എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഇന്ന് കൊട്ടാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓവനും അത് മനസ്സിലാക്കിയിട്ട് ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരു വില്ലേജിലേക്ക് എത്തും, അവിടെ വെച്ച് ക്യാപിറ്റലിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്താൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് അവർ മടങ്ങുന്ന സമയത്ത് ലൂണയും പെട്ടെന്ന് കുതിരേന്നിറങ്ങി ഓടി വന്ന് ഹീറോനെ കിസ് ചെയ്തിട്ട്
നെക്സ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്യുന്നത് വരെ ഇത് മറക്കരുത് എന്ന് പറയുമ്പോൾ ലെക്സിയേം അത് കണ്ട് പൊസസീവായിട്ട് വണ്ടി നിർത്താൻ പറയുന്ന സമയത്ത് ഓവൻ അത് മൈൻഡ് ചെയ്യുന്നുണ്ടാവൂല. അങ്ങനെ അവർ പോയ ശേഷം ഹീറോ ലൂണ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവിടെ ഉള്ളൊരു ഓപ്പൺ സ്പേസിൽ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ ക്യൂട്ടായിട്ടുള്ള ഒരു പിഗ് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോയും അവൻ്റെ സ്കില്ല് യൂസ് ചെയ്ത് നൈറ്റിനെ പോലെ ആ പിഗിനെയും ഒരു ഫ്രണ്ട് ആക്കുന്നുണ്ടാവും. എന്നിട്ട് ആ മോൺസ്റ്ററിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവന് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടാതെ ഇഞ്ചറീസ് റിക്കവർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും ഉള്ളത് കണ്ടിട്ട് അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആ മോൺസ്റ്ററും ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോന്റെ ബോഡി മുഴുവൻ എനർജറ്റിക് ആയ പോലെ തോന്നുന്നുണ്ടാവും. അത് കാരണം നിനക്ക് ഞാൻ അക്കാറ്റ്സ്കി എന്ന് പേര് വെക്കാം എന്ന് പറയുമ്പോൾ നൈറ്റും അങ്ങോട്ട് വന്നിട്ട് നിനക്ക് സ്കൂളിൽ പോവാൻ ടൈമായി എന്ന് വാൺ ചെയ്യുമ്പോൾ ഹീറോയും അവൻ്റെ സ്കില്ല് യൂസ് ചെയ്ത് റിയൽ വേൾഡിലേക്ക് പോകുന്നുണ്ടാവും. ടീച്ചർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് സ്പോർട്സ് കോമ്പറ്റീഷൻ്റെ ഭാഗമായി ഇത്തവണ നിങ്ങൾ ബോൾ ഗെയിംസിൽ പങ്കെടുക്കും. ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ പെർഫോമൻസും എൻ്റെ ബോണസ് പോയിന്റിനെ ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ലോണം കളിക്കുക എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസും ഓക്കെ എന്ന് പറയുന്നുണ്ടാവും. ബോൾ ഗെയിംസിന്റെ ഭാഗമായി ആദ്യം തന്നെ നടക്കുന്നത് ഫുട്ബോൾ ആയിരിക്കും. എന്നാൽ ഹീറോക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അവൻ കീപ്പറായിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ ടീമിലുള്ള റിയോ ഒരു ഗോൾ അടിക്കുമ്പോൾ എല്ലാവരും അവനെ പ്രശംസിക്കുന്നുണ്ടാവും. റിൻ കൈഡീൻ്റെ അടുത്ത് ചീറപ്പ് ചെയ്യാൻ പറയുന്ന സമയത്ത് സ്റ്റുഡൻസും ഡിസ്ട്രാക്റ്റ് ആവുമ്പോൾ അക്കീര അവസരം ഉപയോഗിച്ച് റിയോന്റെ അടുത്തുനിന്ന് പന്തെടുത്ത് പോസ്റ്റിലേക്ക് അടിക്കുമ്പോൾ ഹീറോ അത് പിടിക്കുന്നുണ്ടാവും. എന്നാൽ അവൻ എന്താ ചെയ്യണ്ടേ എന്നറിയാത്തതുകൊണ്ട് തന്നെ റിയോ ഹീറോന്റെ അടുത്ത് നിനക്ക് കഴിയുന്നത്ര ദൂരത്തേക്ക് പന്ത് വലിച്ചെറി എന്ന് പറയുമ്പോൾ ഹീറോയും എറിയുന്ന സമയത്ത് അത് അപ്പുറത്തെ പോസ്റ്റിലേക്ക് പോയി വീഴുമ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് സ്റ്റാർ വൺ പ്രൊഡക്ഷൻസിലെ ആ ലേഡി നമ്മുടെ ഹീറോനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻ്റ് അറിയിക്കുക. എന്നാൽ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.